ഡോക്ടർ ഫാറൂഖ് നഈമി, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. അദ്ദേഹം എഴുതിയത്, ഞാൻ ഇന്ന് 5:45 സ്പെയിനിലെത്തി. എന്നെ സ്വീകരിക്കാൻ വന്നത് അതിഥികളാണ്, ധാരാളം അതിഥികൾ. 68 രാജ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ അതിഥികൾ എത്തിയത്. സ്പാനിഷും ഫ്രഞ്ചും ജർമ്മനും മാൻഡ്രൈൻ. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പണ്ഡിതൻ ചൈനീസ് ഭാഷയിൽ JRF വാങ്ങുന്നത്. ഞാനിത് പറയുന്നത് നമ്മുടെ കുട്ടികളെല്ലാം ബുദ്ധിയുള്ളവരാണ്, എന്നല്ല ബ്രില്യൻ്റ് ആണ്, അതീവ ബുദ്ധിമാന്മാരാണ്. പക്ഷേ അവർക്ക് ഒരവസരം കൊടുത്താൽ, അവർക്ക് വേണ്ടത്ര പ്രചോദനം നൽകിയാൽ, ഇൻഷാ അല്ലാഹ് മൗലാന മുഹമ്മദിനെ പോലെ മൗലാന മുഹമ്മദ് ലോകോത്തര പ്രതിഭയായി മാറി, ലോകം ആദരിക്കുന്നവരായി മാറി. ആ ഉമ്മയുടെ ആബിദാബീകം, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, നിങ്ങൾ ആബിദാബീകത്തെ പോലെ ആവുക. വറകുല്ലി സ്വാലിഹിൻ സ്വാലിഹ. ഏതൊരു നല്ല മനുഷ്യൻ്റെ ചരിത്രം മറിച്ച് നോക്കിയാലും നല്ലൊരു സ്വാലിഹത്തായ ഉമ്മയുടെ ചരിത്രമുണ്ടായിരിക്കും. ഉമ്മമാരാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ബാപ്പമാർക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയില്ല. ലോക ചരിത്രം മുഴുവനും അങ്ങനെയാണ്. ഏത് ഉമ്മമാർ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം. ഞാൻ അവസാനമായി ഒന്നുകൂടി പറയട്ടെ. നമ്മുടെ പരിസരത്തുള്ള മഹൽ വ്യക്തിത്വമാണ് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഫൈനാൻസ് സെക്രട്ടറി AP അബ്ദുൽ കരീം ഹാജി. പൂർണ്ണാരോഗ്യ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ ഉമ്മാക്കൊരൊറ്റ മകനേ ഉള്ളൂ. ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ഇല്ല. ഉപ്പ AP ബാവ ഹാജി. അദ്ദേഹത്തിൻ്റെ ആണ്ടാണ് വരുന്ന 6-ാം തീയതി ശവ്വാൽ 18-ന്. ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. വാപ്പ ഹാജി പല സ്റ്റേറ്റുകളിലും പല കോൺട്രാക്ടർ വർക്കുകളാണ്. നാട്ടിൽ വല്ലപ്പോഴുമാണ് വരാറുള്ളത്. പക്ഷേ ആ AP അബ്ദുൽ കരീം ഹാജി കുട്ടിക്കാലം തൊട്ടേ ചീത്ത കൂട്ടുകെട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. സമ്പത്ത് ഇഷ്ടം പോലുണ്ട്, എന്നാലോ ദീനീ ചിട്ടയിൽ വല്ല മേഖലയും എത്ര വലിയ വലിയ എഞ്ചിനീയർമാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അനുജത്തിൻ്റെ 3 മക്കൾ, അവരും വളരെ മാന്യന്മാരായി. അസീസ്, കോയ, അബ്ബാസ്. അപ്പം എന്താ ഒരു കുടുംബത്തിന് എല്ലാ മക്കളും അങ്ങനെ നാക്കാൻ കാരണം? ഞാൻ അപ്പോൾ കരീമാനോട് ചോദിച്ചു. അപ്പോൾ കരീമാജി പറഞ്ഞ മറുപടി, ചാലിത്ത് വാള് നടക്കുമ്പോഴൊക്കെ, ചാലിത്ത് പണ്ട് കാലത്തെ വാള് സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. റമദാൻ 1 തൊട്ട് 30 വരെ 2 തുടങ്ങി, അല്ലെങ്കിൽ 20, 27, 28 നിർത്തണ്ടാകുക. എല്ലാ വാതിലും ഉമ്മി അളാമിയും പോകും. എന്നിട്ട് എല്ലാ വാതിലും എന്തെങ്കിലും സംഭാവന കൊടുക്കും, പറയൽ എൻ്റെ കുട്ടികൾ നന്നായി തീരാൻ, കുട്ടികൾ നന്നായി തീരാൻ. ആ കുട്ടികൾ നല്ല രൂപത്തിൽ മദ്രസയിൽ വെച്ച് ചായ കരീമാജി നേരെ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നു, ഇരുന്ന് ചായ കുടിക്കണമെന്ന് പഠിപ്പിക്കാനേ മദ്രസയിൽ കഴിയുള്ളൂ. പക്ഷേ മദ്രസ ചായ കൊടുക്കുന്നുണ്ടോ? അത് ഇരുന്നിട്ടാണോ കുടിക്കുന്നത്, നിന്നിട്ടാണോ കുടിക്കുന്നതെന്ന് നോക്കുന്നത് അവിടെ തിയറിയെ പഠിപ്പിക്കുള്ളൂ. പ്രാക്ടിക്കലൈസ് ചെയ്യുന്നത് ഉമ്മയാവണം. ഉറക്കിൽ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ എന്ന് ചെല്ലണമെന്ന് പഠിപ്പിക്കാൻ ഉസ്താദിനെ കഴിയും. പക്ഷേ ഉറക്കിൽ എഴുന്നേൽക്കുന്നത് കാണുന്ന ഉമ്മയാണ്. മോൻ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വൈലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റോ ഇല്ലേ എന്ന് നോക്കാൻ കഴിയുന്നത് ഉമ്മാക്കാണ്. ഉറങ്ങുന്ന സമയത്ത് ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ അംസക്തഹാ ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ ഹഫിൽത ബി ഇബാദക സ്വാലിഹീൻ എന്ന് പഠിപ്പിക്കാൻ, തിയറി പഠിപ്പിക്കാൻ ഉസ്താദിന് കഴിയും. തിയറി അല്ല വലുത്. മാത്രം തിയറിക്ക് ഇപ്പോൾ മദ്രസ ഒന്നും വേണ്ട, അതിന് ചാറ്റ് GPT മതി, ജെമിനി മതി, എല്ലാം നോട്ട്ബുക്ക് മതി. ഞങ്ങൾക്ക് പറയുമ്പോൾ ദീർഘിച്ചു. പ്രാക്ടിക്കലി ചെയ്യാൻ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഡ്രൈവിങ് തിയറി എത്ര പെട്ടെന്ന് കഴിയും? ഈ തിയറിയെല്ലാം കൂടി പഠിപ്പിച്ച് കുട്ടീൻ്റെ കയ്യിൽ കാർ കൊടുത്താൽ എന്തുണ്ടാവും? അതല്ല, നീന്തൽ പഠിപ്പിക്കാൻ ആ പ്രാക്ടിക്കലി ചെയ്ത് പഠിപ്പിക്കാനാണ് പ്രയാസം. യൂറോപ്പിലൊക്കെ തിയറി വെച്ചാൽ ടീച്ചർ യു ഗൂഗിൾ ഇറ്റ്, അത് ഗൂഗിൾ പറഞ്ഞുതരും, അത് നെറ്റ് പറഞ്ഞുതരും. അതിനൊരിക്കലും ഇന്ന് അധ്യാപകന്മാരെ വേണ്ട, മറിച്ച് അത് പ്രാക്ടിക്കലൈസ് ചെയ്യുക.